ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എഴുന്നേൽക്കുന്നത്? ജോലിക്കോ, പഠനത്തിനോ, അതോ പണമുണ്ടാക്കാനോ? അതുമല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായതുകൊണ്ടാണോ? ലോകത്തെ ആളുകളെ ചിന്തിപ്പിച്ച ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് രണ്ട് എഴുത്തുകാർ ജപ്പാനിലെ ഒരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തത്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് ഒഗിമി. 100 വയസ്സുകാരുടെ ഗ്രാമം. അവിടെ 95 വയസ്സുള്ള ഒരു സ്ത്രീ തൻ്റെ തോട്ടത്തിൽ ഇന്നും ജോലി ചെയ്യുന്നു. 102 വയസ്സുള്ള ഒരാൾ തൻ്റെ സുഹൃത്തുക്കളുമായി ചിരിച്ചും കളിച്ചും ദിവസങ്ങൾ ചിലവഴിക്കുന്നു. അവർ അത്ര സമ്പന്നരായിരുന്നില്ല, പ്രശസ്തരുമല്ല. പക്ഷേ അവർക്കുണ്ടായിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്തായിരുന്നു: ജീവിക്കാൻ ഒരു കാരണം. ആ രഹസ്യത്തിൻ്റെ പേരാണ് ഇക്കിഗായി. ഇതൊരു ജാപ്പനീസ് വാക്കാണ്. അതിൻ്റെ അർത്ഥം എ റീസൺ ഫോർ ബീയിങ്, അതായത് ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാരണം. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ശക്തി ഒരു സ്വപ്നമാകാം, ഒരു പുസ്തകമാകാം, ഒരു ജോലിയാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാനുള്ള ആഗ്രഹമാകാം. ഈ പുസ്തകം ഒരു വലിയ സത്യം പറയുന്നു: നാം എല്ലാവരും അർത്ഥം തേടുകയാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ഇക്കിഗായി ഉണ്ട്. പക്ഷേ എല്ലാവരും അന്വേഷിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ജീവിതത്തിൻ്റെ അർത്ഥം. ഒഗിമി ഗ്രാമത്തിലെ ആളുകൾക്ക് ഒരു പ്രത്യേക ശീലമുണ്ടായിരുന്നു. അവർ ഒരിക്കലും വയറു നിറയെ ഭക്ഷണം കഴിക്കാറില്ല. അവർ പറയുന്ന ഒരു വാക്കുണ്ട്: ഹാര ഹാച്ചിബു. 80% വയർ നിറഞ്ഞാൽ ഭക്ഷണം നിർത്തുക, അമിത ഭക്ഷണം ഒഴിവാക്കുക, ശരീരത്തെ ബഹുമാനിക്കുക. ദീർഘായുസ്സിൻ്റെ ആദ്യ രഹസ്യം അതായിരുന്നു. പക്ഷേ ആരോഗ്യം മാത്രമല്ല അവരുടെ രഹസ്യം. അവരുടെ യഥാർത്ഥ സമ്പത്ത് അവരുടെ സുഹൃത്തുക്കളായിരുന്നു. അവർ ചെറിയ കൂട്ടായ്മകൾ രൂപീകരിക്കും. അതിനെ അവർ മൊവായി എന്ന് വിളിക്കും. സന്തോഷത്തിലും ദുഃഖത്തിലും പരസ്പരം താങ്ങായി നിൽക്കുന്ന സുഹൃത്തുക്കളുടെ കൂട്ടം. കാരണം മനുഷ്യനെ ജീവിപ്പിക്കുന്നത് ഭക്ഷണവും മരുന്നും മാത്രമല്ല, ബന്ധങ്ങളുമാണ്. ഈ പുസ്തകം മറ്റൊരു വലിയ സത്യം പഠിപ്പിക്കുന്നു: ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്ഡ്. ജീവിതം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല, ആസ്വദിക്കേണ്ട ഒരു യാത്രയാണ്. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം ജീവിക്കേണ്ട ഒരു യാത്രയാണ്. പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ആശയങ്ങളിലൊന്നാണ് ഫ്ലോ. ഒരു പ്രവർത്തനത്തിൽ അത്രയേറെ മുഴുകിപ്പോകുന്ന അവസ്ഥ, സമയം പോലും മറന്നുപോകുന്ന നിമിഷം. ഉദാഹരണത്തിന്, ഒരു ചിത്രകാരൻ ചിത്രത്തിൽ ലയിക്കുമ്പോൾ, ഒരു വായനക്കാരൻ പുസ്തകത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ അവർ ഫ്ലോ എന്ന അവസ്ഥയിലാണ്. അവിടെയാണ് യഥാർത്ഥ സന്തോഷം. അതുകൊണ്ടാണ് ഈ പുസ്തകം പറയുന്നത്: ഏറ്റവും സന്തോഷമുള്ളവർ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ചവരല്ല, ഫ്ലോയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ്. ഇന്നത്തെ ലോകം നമ്മെ ഓടാൻ പഠിപ്പിക്കുന്നു. വേഗത്തിൽ വിജയിക്കാൻ, വേഗത്തിൽ സമ്പന്നരാകാൻ, വേഗത്തിൽ മുന്നിലെത്താൻ. പക്ഷേ ഇക്കിഗായി പറയുന്നത് പതുക്കെ നടക്കൂ, ദൂരെ എത്തൂ. കാരണം തിരക്ക് കൂടുന്തോറും ജീവിതത്തിൻ്റെ ഗുണനിലവാരം കുറയുന്നു. ജപ്പാനിലെ തന്നെ മറ്റൊരു മനോഹരമായ ആശയമുണ്ട്: വാബി സാബി. ഈ വാബി സാബി എന്താണ്? അപൂർണതയിലും സൗന്ദര്യമുണ്ട്. നമ്മളെല്ലാം പൂർണ്ണമാകാൻ കാത്തിരിക്കുന്നു. പക്ഷേ ജീവിതം ഒരിക്കലും പൂർണ്ണമല്ല. അത് അപൂർണതകളുടെ മനോഹരമായ ഒരു കഥയാണ്. അത്
അംഗീകരിക്കുമ്പോഴാണ് സമാധാനം ലഭിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇക്കിഗായി എങ്ങനെ കണ്ടെത്താം? ഈ പുസ്തകം 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ എന്താണ് സ്നേഹിക്കുന്നത്? നിങ്ങൾ എന്തിലാണ് കഴിവുള്ളത്? ലോകത്തിന് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് എന്തിനാണ് പ്രതിഫലം ലഭിക്കുക? ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒരിടത്ത് കൂടി ചേരുമ്പോൾ അവിടെയാണ് ഇക്കിഗായി ജനിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യം, ലോകത്തിന് ആവശ്യമുള്ള കാര്യം, നിങ്ങൾക്ക് മൂല്യം സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യം, ഇവയുടെ സംഗമസ്ഥാനമാണ് ഇക്കിഗായി. ഇക്കിഗായി പുസ്തകം ജീവിതത്തിനുള്ള 10 ലളിതമായ നിയമങ്ങൾ നൽകുന്നുണ്ട്. സജീവമായി തുടരുക, പതുക്കെ ജീവിക്കുക, വയർ നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക, നല്ല സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കുക, ശരീരത്തെ പരിപാലിക്കുക, പുഞ്ചിരിക്കുക, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക, നന്ദിയുള്ളവരാകുക, ഈ നിമിഷത്തിൽ ജീവിക്കുക, ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഇക്കിഗായി പിന്തുടരുക. അവസാനം ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക കഴിവുണ്ട്, ഒരു പ്രത്യേക അഭിനിവേശമുണ്ട്. നിങ്ങളുടെ ദിവസങ്ങൾക്ക് അർത്ഥം നൽകുന്ന എന്തോ ഒന്ന്, അത് കണ്ടെത്തുകയാണ് നിങ്ങളുടെ ദൗത്യം. കാരണം ഇക്കിഗായി കണ്ടെത്തുക എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു യാത്രയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്വയം ഒരു ചോദ്യം ചോദിക്കൂ. നാളെ രാവിലെ ഞാൻ എന്തിനു വേണ്ടിയാണ് എഴുന്നേൽക്കുന്നത്? ആ ഉത്തരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഇക്കിഗായി.